വർഗീയത ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഇന്ത്യയെ ഇന്ത്യയല്ലാതാക്കുന്ന കാലമാണല്ലോ ഇത്. അങ്ങനെയുള്ള കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി മുമ്പത്തേക്കാളും വർദ്ധിച്ചു എന്നത് വസ്തുതയാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ ഭരണഘടനാ മൂല്യങ്ങൾ പാടെ തകർത്ത് രാജ്യത്ത് ഹിന്ദുത്വ തീവ്രവാദം വളർത്തുകയാണ് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ. ഈ ഘട്ടത്തിലാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കവേ LDF മുന്നോട്ട് വെച്ചത്. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാകും, കോർപ്പറേറ്റുകൾ നാട് ഭരിക്കും, ഇടതില്ലെങ്കിൽ എന്ന ടാഗ് ലൈനോടുകൂടി മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് ഈ മുദ്രാവാക്യം പുറത്തു വന്നത്. 2016 LDF വരും, എല്ലാം ശരിയാവും, 2021 ഉറപ്പാണ് LDF എന്നിവയായിരുന്നു അവ. നാട് ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളുടെ ലിസ്റ്റിൽ ഇതും ഉൾപ്പെടുമെന്നത് ഉറപ്പു നൽകുന്നതാണ് മുദ്രാവാക്യം പുറത്തു വന്ന ഉടനെയുള്ള ജനങ്ങളുടെ പ്രതികരണം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇതെന്ന ഉത്തമ ബോധ്യത്തിലാണ് ഇങ്ങനെയൊരു മുദ്രാവാക്യം LDF മുന്നോട്ട് വെച്ചത്. രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ തുടരണമോ എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ വോട്ടർമാരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള വോട്ടർമാർക്ക് കരുത്തും ആത്മവിശ്വാസവും മേകുന്നതാണ് ഈ മുദ്രാവാക്യം. CAA ഏക സിവിൽ കോഡ് ഉൾപ്പെടെ മോദി സർക്കാരിൻ്റെ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലടക്കം ഇടതിൻ്റെ നിർണായകമായ ഇടപെടൽ രാജ്യം കണ്ടതാണ്. എന്നാൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ നിന്നും ഈ വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ കണ്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ്. പുറമെയാണ് കോൺഗ്രസ് BJP-യായി പരിണമിക്കുന്നത്. ആ പാർട്ടിയുടെ എത്ര മുൻ മുഖ്യമന്ത്രിമാരാണ്, കേന്ദ്രമന്ത്രിമാരാണ്, MP-മാരും MLA-മാരുമാണ് BJP-യിൽ ചേരുന്നത്. EDയെ ഉപയോഗിച്ചുള്ള പ്രതിപക്ഷ വേട്ട, പ്രതിപക്ഷ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്യുന്ന ക്രൂരത തുടരുകയാണ് മോദി സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി നൽകി, ഭരണഘടനയെ മാറ്റിയെഴുതി, കോടതികളെ പോലും തങ്ങളുടെ വരുതിയിൽ നിർത്താൻ ആഞ്ഞു ശ്രമിക്കുന്ന രാജ്യത്തിൻ്റെ ഭൂരിപക്ഷ ജനത ഹിന്ദു വിഭാഗമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള സജീവ ശ്രമത്തിലാണ് സംഘപരിവാർ. അങ്ങനെയുള്ള നിർണായക ഘട്ടത്തിലാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇടതുപക്ഷം ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ റോളിനെ വില കുറച്ചു കാണില്ല. ജനാധിപത്യത്തെ ആഴമുള്ളതാക്കി മാറ്റാൻ മതനിരപേക്ഷത, ശാസ്ത്രബോധം അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ അടക്കമുള്ളവ ബലപ്പെടുത്താൻ ഇടതുപക്ഷം നിലനിൽക്കേണ്ടതുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഇടതംഗങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അവർ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി ശക്തമായി വാദിച്ചത് ഈ നാടിന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓരോ വോട്ടർമാരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിരലമർത്തുന്നതിന് മുൻപ് ഓർക്കുമെന്നത് തീർച്ചയാണ്.